കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പഴശ്ശി ഡാമിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. 1962 ഈ ഒരു ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും 1979 ആ നിർമ്മാണം പൂർത്തീകരിക്കുന്നതും ഇത് തുറന്ന് പ്രവർത്തിക്കുന്നതും. വ്യാസഗിരി പ്രൊജക്ട് എന്ന പേരിലായിരുന്നു തുടക്കത്തിൽ ഈ ഒരു ഡാം അറിയപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് പഴശ്ശിരാജയുടെ സ്മരണാർത്ഥം ഈ ഡാമിന് പഴശ്ശി ഡാം എന്ന പേര് നൽകപ്പെട്ടു. കണ്ണൂരിൻ്റെ എല്ലാ പ്രദേശത്തേക്കും കാർഷിക ആവശ്യത്തിന് ജലം എത്തിക്കുന്നതിനായി നിർമ്മിച്ചതാണെങ്കിലും ആ ഒരു ഉദ്ദേശം വൻ പരാജയമായി മാറുകയായിരുന്നു. പണിത ജലസേചന കനാലുകളിലൂടെ ഒരിക്കൽ പോലും ജലം ഒഴുകിയിട്ടില്ല എന്നതാണ് വാസ്തവം. 2010 കാലഘട്ടങ്ങളിലൊക്കെ കണ്ണൂരിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഈ ഒരു ഡാമും അതിൻ്റെ സൈഡിലുണ്ടായിരുന്ന ഗാർഡനും. എന്നാൽ 2012 ഉണ്ടായ നിലക്കാത്ത മഴയും ഉരുൾപൊട്ടലും കാരണം ശക്തമായ കുത്തൊഴുക്ക് രൂപപ്പെടുകയും ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കാൻ തടസ്സം നേരിടുകയും ചെയ്തു. അതുമൂലം ഡാം കവിഞ്ഞൊഴുകുകയും പഴശ്ശി പാർക്ക് വെള്ളം കൊണ്ടുപോകുകയും ചെയ്തു.